കെ ഉമർ മൗലവിയുടെ റഹ്മഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 543. സൂറത്ത് യൂസുഫ് ആയത്തുകൾ 50 മുതൽ 66 വരെ. പേജ് നമ്പർ 836. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാലൽ മലികു ഊതൂനി ബിഹി ഫലമ്മാ ജാഅഹു റസൂലു قال ارجع إلى ربك فاسأله ما بال النسوة اللاتي قطعن أيديهن إن ربي بكيدهن عليم. قال ما خطبكن إذ راوتن يوسف عن نفسه قلنا حاش لله ما علمنا عليه من سوء. قالت امرأة العزيز الآن حصل الحق أنا راودته عن نفسه وإنه لمن الصادقين. ذلك ليعلم أني لم أخنه بالغيب وأن الله لا يهدي كيد الخائنين. وما أبرئ نفسي إن النفس لأمارة بالسوء إلا ما رحم ربي إن ربي غفور رحيم. وقال الملك ائتوني به أستخلصه لنفسي فلما كلمه قال إنك اليوم لدينا مكين أمين. قال اجعلني على خزائن الأرض إني حفيظ عليم. وكذلك مكنا ليوسف في الأرض يتبوأ منها حيث يشاء نصيب برحمتنا من نشاء ولا نضيع أجر المحسنين. ولأجر الآخرة خير للذين آمنوا وكانوا يتقون. وجاء إخوة يوسف فدخلوا عليه فعرفهم وهم له منكرون. ولما جهزهم بجهازهم قال ائتوني بأخ لكم من أبيكم ألا ترون أني أوفي الكيل وأنا خير المنزلين. فإن لم تأتوني به فلا كيل لكم عندي ولا تقربون. قالوا سنراود عنه أباه وإنا لفاعلون. وقال لفتيانه اجعلوا بضاعتهم في رحالهم لعلهم يعرفونها إذا انقلبوا إلى أهلهم لعلهم يرجعون. فلما رجعوا إلى أبيهم قالوا يا أبانا منع منا الكيل فأرسل معنا أخانا نكتل وإنا له لحافظون. قال هل آمنكم عليه إلا كما أمنتكم على أخيه من قبل
فالله خير حافظا فالله خير حافظا وهو أرحم الراحمين ولما فتحوا متاعهم وجدوا بضاعتهم ردت إليهم قالوا يا أبانا ما نبغي هذه بضاعتنا ردت إلينا ونمير أهلنا ونحفظ أخانا ونزداد كيل بعير ذلك كيل يسير قال لن أرسله معكم حتى تؤتون موثقا من الله لتأتونني به إلا أن يحاط بكم فلما آتوه موثقهم قال الله على ما نقول وكيل. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 544, സൂറത്ത് യൂസുഫ്, ആയത്ത് 50, പേജ് നമ്പർ 836. വഖാലൽ മലികു തൂനി ബിഹ്, രാജാവ് പറഞ്ഞു, അദ്ദേഹത്തെ എൻ്റെ അടുക്കൽ നിങ്ങൾ കൊണ്ടുവരുവീൻ. ഫലമ്മാ ജാഅഹു റസൂലു, അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വിളിക്കാൻ ആൾ ചെന്നപ്പോൾ ഖാല ഇർജിഉ ഇലാ റബ്ബിക ഫസ്അൽഹു, അദ്ദേഹം പറഞ്ഞു, നിന്റെ യജമാനന്റെ അടുക്കലേക്ക് നീ മടങ്ങുക, എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുക, മാ ബാലുൻ നിസ്വത്തില്ലാത്തി ഖത്തഅന ഐദിയഹുന്ന, സ്വകരങ്ങൾ മുറിപ്പെടുത്തിയ ആ പെണ്ണുങ്ങളുടെ അവസ്ഥയെന്ത്? ഇന്ന റബ്ബി ബികൈദിഹിന്ന അലീം, നിശ്ചയമായും എൻ്റെ റബ്ബ് അവരുടെ കുതന്ത്രങ്ങൾ ശരിക്കറിയുന്നവനാകുന്നു. രാജാവിൻ്റെ കൽപ്പന കിട്ടിയ ഉടനെ ജയിലിൽ നിന്ന് പുറത്തു വരാൻ യൂസുഫ് അലൈഹിസ്സലാം കൂട്ടാക്കിയില്ല. തന്നെപ്പറ്റിയുള്ള അപവാദത്തിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണം. രാജാവും ജനങ്ങളും അത് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം പുറത്തിറങ്ങുന്നതെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. ധീരതയും മാന്യതയും അന്തസ്സും പ്രകടമാക്കുന്ന നിലപാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് താമസിച്ച കാലം ഞാൻ താമസിച്ചിരുന്നുവെങ്കിൽ ആ വിളിക്കാൻ ചെന്നവൻ്റെ ക്ഷണം ഞാൻ സ്വീകരിക്കുമായിരുന്നു. ബുഖാരി 33:72, മുസ്ലിം 399. കുറ്റമൊന്നും ചെയ്യാതെ അത്രയും കാലം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടും സഹനം അവലംബിക്കുന്ന യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ നിലപാടിനെ പ്രവാചകൻ പുകഴ്ത്തുകയാണ്. പേജ് നമ്പർ 837, ആയത്ത് 51. قال ما خطبكن إذ راوتن يوسف عن نفسه, രാജാവ് പറഞ്ഞു, പെണ്ണുങ്ങളെ, യൂസുഫിനെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനെതിരായി വശീകരിക്കുവാൻ നിങ്ങൾ ഒരുങ്ങിയപ്പോൾ നിങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു? ഖുൽന ഹാശ ലില്ലാഹി മാ അലിംനാ അലൈഹി മിൻ സൂഇൻ, ആ പെണ്ണുങ്ങൾ പറഞ്ഞു, അല്ലാഹു എത്ര പരിശുദ്ധൻ, യൂസുഫിനെ സംബന്ധിച്ച് യാതൊരു ദോഷവും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ആ യാഥാർത്ഥ്യം ഇപ്രകാരം ഇപ്പോൾ പുറത്താകുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. മനസ്സിലോ ചിന്തയിലോ ഒരിക്കലും വരാത്ത ഒരു സംഗതി സംഭവിക്കുമ്പോൾ അത്യാശ്ചര്യത്തോടെ പറയുന്ന അറബി പ്രയോഗമാണ് ഹാശ ലില്ലാഹ് എന്നത്. അസീസിന്റെ ഭാര്യ പറഞ്ഞു, ഇപ്പോഴിതാ സത്യം വെളിച്ചത്തായിരിക്കുന്നു. യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിച്ചത് ഞാനാണ്. നിശ്ചയമായും അദ്ദേഹം സത്യസന്ധരിൽപ്പെട്ടവനുമാകുന്നു. ആയത്ത് 52. അദ്ദേഹത്തെ അസാന്നിധ്യത്തിൽ ഞാൻ വഞ്ചിച്ചിട്ടില്ല എന്ന് അദ്ദേഹം അറിയാൻ വേണ്ടിയാണിത്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഞാൻ ദുഷ്പ്രചരണങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്ന് അദ്ദേഹം അറിയാനാണ് ഇപ്പോൾ ഞാനിത് തുറന്നു പറഞ്ഞത്. നിശ്ചയമായും അള്ളാഹു വഞ്ചകരുടെ തന്ത്രങ്ങൾ വിജയിപ്പിക്കുകയില്ല എന്നുള്ളത് കൊണ്ടും ആണ് ഞാൻ ഈ സത്യം തുറന്നു പറയുന്നത്. ഞാനാണ് കുറ്റക്കാരി, അദ്ദേഹം പാപവിമുക്തനും പരിശുദ്ധനുമാകുന്നു. ആയത്ത് 53. വമാ ഉബർരിഉ നഫ്സി, ഞാൻ യാതൊരു കുറ്റവുമില്ലാത്തവളാണെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല.
ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂഇ, നിശ്ചയമായും മനസ്സ് ധാരാളം തിന്മ പ്രേരിപ്പിക്കുന്നതാകുന്നു. ഇല്ലാ മാ റഹിമ റബ്ബി, എൻ്റെ റബ്ബ് കരുണ നൽകിയ മനസ്സൊഴികെ. പേജ് 838. ഇന്ന റബ്ബി ഗഫൂറുർ റഹീം, നിശ്ചയമായും എൻ്റെ റബ്ബ് വളരെയേറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്നും അസീസിന്റെ ഭാര്യ പറഞ്ഞു. രാജാവിൻ്റെ ചോദ്യത്തിനു മറുപടി പറയുകയാണ് അവൾ. മുൻ ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ളതിൻ്റെ ചുരുക്ക വിശദീകരണം അവൾ പറഞ്ഞു. ഇപ്പോൾ സത്യം പ്രത്യക്ഷമായി. ഞാനാണ് അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിച്ചത്. അദ്ദേഹം നല്ലവനാണ്, സത്യവാനാണ്, പാപരഹിതനാണ്. ഈ രാജസന്നിധിയിൽ ഞാൻ ലജ്ജയില്ലാതെ സത്യം തുറന്നു പറയുന്നത് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഞാൻ അരുതാത്തതൊന്നും പറഞ്ഞു പരത്തിയിട്ടില്ല എന്ന് അദ്ദേഹം അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വഞ്ചകന്മാരുടെ തന്ത്രം അള്ളാഹു ഒരിക്കലും വിജയിപ്പിക്കുകയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ യാതൊരു കുറ്റവും ചെയ്യാത്തവളാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ധാരാളം കുറ്റം ചെയ്തു പോയിട്ടുണ്ട്. മനുഷ്യൻ്റെ മനസ്സ് തിന്മയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. റബ്ബിൻ്റെ കരുണ ലഭിച്ചവർക്ക് മാത്രമേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അള്ളാഹു പൊറുത്തു തരട്ടെ. അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണല്ലോ. പേജ് 838, ആയത്ത് 54. വഖാലൽ മലികു തൂനി ബിഹി അസ്തഖ്ലിസുഹു ലിനഫ്സി, രാജാവ് പറഞ്ഞു, അദ്ദേഹത്തെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ, അദ്ദേഹത്തെ ഞാൻ എൻ്റെ പ്രത്യേകക്കാരനാക്കും. ഫലമ്മ കല്ലമഹു, അങ്ങനെ രാജാവ് അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഖാല ഇന്നകൽ യൗമ ലദൈനാ മകീനുൻ അമീൻ, രാജാവ് പറഞ്ഞു, നിശ്ചയമായും താങ്കൾ ഇന്ന് നമ്മുടെ അടുക്കൽ സ്ഥാനമുള്ളവനും വിശ്വസ്തനുമാകുന്നു. രാജാവിന് അദ്ദേഹത്തിൻ്റെ യോഗ്യതയും മഹത്വവും ബോധ്യപ്പെട്ടു. ഭരണകാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സഹായം വളരെ കാര്യപ്പെട്ടതായിരിക്കുമെന്ന് മനസ്സിലായി. അദ്ദേഹത്തിന് അംഗീകാരം കൊടുത്തു. ഇദ്ദേഹത്തെ നമ്മുടെ നാടിന് തന്നെ ഉപകാരപ്പെടണം. ആയത്ത് 55. അദ്ദേഹം പറഞ്ഞു, എന്നെ നിങ്ങൾ ഈ നാട്ടിലെ ഖജനാവുകളുടെ അധികാരിയാക്കുക. ഇന്നി ഹഫീദുൻ അലീം, ഞാൻ നല്ലവണ്ണം സൂക്ഷിക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഖജനാവുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്ഷണ സാധനങ്ങളും മറ്റു സമ്പത്തുകളും സൂക്ഷിക്കുന്ന ഭണ്ഡാരങ്ങളാകുന്നു. രാജ്യഭരണത്തിൽ ഏറ്റവും സാമർത്ഥ്യത്തോടും നല്ല വിവേകത്തോടും കൂടി നിയന്ത്രിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഭക്ഷ്യപ്രശ്നമാണല്ലോ. രാജാവിൻ്റെ സ്വപ്നത്തെ തുടർന്ന് വളരെ വിഷമം വർദ്ധിച്ച ഒരു ഭാവിയെ ഈജിപ്തിന് നേരിടേണ്ടി വരുമെന്ന് യൂസുഫ് അലൈഹിസ്സലാം നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതിനാൽ ആ ഭാരം ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായി. അത് മുഖേന നാടിന് നന്മയുണ്ടാക്കുവാനും നീതി പാലിക്കുവാനും ആഗ്രഹിച്ചു. മതപ്രബോധനത്തിന് അത് സഹായമാകുകയും ചെയ്യുമല്ലോ. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. തികച്ചും അനിസ്ലാമികമായ ഒരു ഭരണകൂടത്തിലാണ് യൂസുഫ് അലൈഹിസ്സലാം പങ്കാളിയാകുന്നത്. ഇസ്ലാമികമല്ലാത്ത ഭരണകൂടത്തിൽ പങ്കാളിയാകുന്നത് പോകട്ടെ, അതിൽ ഉദ്യോഗം വഹിക്കുന്നതും അനിസ്ലാമിക ഭരണകൂടത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്നത് പോലും മഹാ തെറ്റാണെന്ന് വാദിക്കുന്നവരുണ്ട്. ഈ വാദങ്ങളെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. ഈമാൻ കാര്യങ്ങളിൽ വിശ്വസിച്ച് ഇസ്ലാം കാര്യങ്ങൾ അനുഷ്ഠിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കാൻ സാധ്യമാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പേജ് നമ്പർ 839, 70-ൽ പരം സ്വഹാബികളെ അബിസീനിയയിലേക്ക് അയച്ചു. വർഷങ്ങളോളം മദീനയിൽ ഇസ്ലാമിക സമൂഹം നിലവിൽ വന്നതിന് ശേഷവും പലരും അവിടെ ജീവിച്ചു. ഇതും യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ ഈജിപ്തിലെ ഭരണകൂടത്തിലെ പങ്കാളിത്തവും മേൽപ്പറഞ്ഞ വാദം അടിസ്ഥാനരഹിതവും തെറ്റുമാണെന്ന് തെളിയിക്കുന്നു. മറ്റൊരു കാര്യം, യൂസുഫ് നബി അലൈഹിസ്സലാം അധികാരം ആവശ്യപ്പെട്ടുവല്ലോ. അധികാരം ആവശ്യപ്പെടരുതെന്നും അതിനായി ആശിക്കരുതെന്നുമാണല്ലോ മതം പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഈ ജോലി ചോദിച്ചു വരുന്ന ഒരാളെയും അതിൽ അധികാരപ്പെടുത്തുകയില്ല, അതിന് മോഹിക്കുന്ന ഒരാളെയും അധികാരപ്പെടുത്തുകയില്ല. ബുഖാരി 71:49, 67:30, മുസ്ലിം 48:21. എന്നാൽ ഒരു സ്ഥാനത്തിന് അനുയോജ്യരായ മറ്റാരെയും കാണാതിരിക്കുക, ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാൻ കഴിയുമെന്ന ബോധ്യമുണ്ടായിരിക്കുക, സ്ഥാനമോഹം, സാമ്പത്തിക നേട്ടം മുതലായ ഭൗതികമായ താല്പര്യങ്ങളില്ലാതിരിക്കുക ഇത്യാദി സന്ദർഭങ്ങളിൽ സ്ഥാനം ആവശ്യപ്പെടാവുന്നതാണ്. അതാണ് യൂസുഫ് അലൈഹിസ്സലാം ഇവിടെ ചെയ്തത്. തൻ്റെ സ്വന്തം കഴിവിനെപ്പറ്റി ഗ്രഹിച്ചവനെ അള്ളാഹു കാരുണ്യം ചെയ്യട്ടെ എന്ന വചനവും ഇവിടെ ഓർമ്മിക്കുക. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 545, സൂറത്ത് യൂസുഫ്, ആയത്ത് 56, പേജ് 839. وكذلك مكنا ليوسف في الأرض يتبوأ منها حيث يشاء.
അപ്രകാരം യൂസുഫിന് ആ ഭൂമിയിൽ നാം സ്വാധീനം നൽകി. അവിടെ താൻ ഉദ്ദേശിക്കുന്നിടത്ത് താമസിക്കാൻ തക്കവണ്ണം. ജനവാസം ഇല്ലാത്തൊരിടത്ത് പൊട്ടക്കിണറ്റിൽ അറിയപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം അന്ന് ലോകത്ത് ഏറ്റവും പരിഷ്കാരത്തിൽ വിലസിയിരുന്ന ഈജിപ്തിൽ ഇതാ യഥേഷ്ടം വിഹരിക്കുന്നു. ഇതെന്ത് പുതുമ! ഇത് അള്ളാഹുവിൻ്റെ മുൻ നിർണയമാണെന്ന് തീർച്ച. ഖദറിനെ സംബന്ധിച്ച് എത്ര തെളിവുകളാണ് യൂസുഫ് ചരിത്രത്തിലുള്ളത്. നുസീബു ബിറഹ്മതിനാ മൻ നശാ, നമ്മുടെ ഒരു കാരുണ്യത്തെ നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം അനുഭവിപ്പിക്കും. വലാ നുദീഉ അജ്റൽ മുഹ്സിനീൻ, നിഷ്കളങ്കമായി പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലത്തെ നാം പാഴാക്കുകയില്ല. മറ്റുള്ളവരുടെ നിയന്ത്രണത്തിന് വിധേയമായി അടിമയായി ഈജിപ്തിൽ വന്ന നിഷ്കളങ്കനായ സാധു മനുഷ്യൻ ഇപ്പോഴിതാ ഭരണസ്വാധീനം നേടിയവനായിരിക്കുന്നു. ഒറ്റക്കിണറ്റിൻ്റെ ഉള്ളിലും ജയിലിലെ കുടുസായ മുറിയിലും ഞെരുങ്ങി താമസിച്ച മനുഷ്യൻ ഇതാ മിസ്റിലെ മനോഹരമായ കൊട്ടാരത്തിൽ താമസിക്കുന്നു. അള്ളാഹുവിൻ്റെ വിധി അലംഘനീയം തന്നെ. ആയത്ത് 57. വല അജ്റുൽ ആഖിറതി ഖൈറുൽ ലദീന ആമനു വകാനു യത്തഖൂൻ, വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തവർക്ക് സത്യമായും പരലോകത്തിലെ പ്രതിഫലം വളരെ ഉത്തമമാകുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമക്ക് അദ്ദേഹത്തിൻ്റെ ഈമാൻ അഥവാ വിശ്വാസം, ഇഹ്സാൻ അഥവാ നിഷ്കളങ്കത, സ്വബർ അഥവാ ക്ഷമ, തഖ്വ അഥവാ ഭയഭക്തി, ഇവക്ക് പ്രതിഫലമായി മഹത്തായ അനുഗ്രഹം അള്ളാഹു നൽകി. എന്നാൽ പരലോകത്തിലെ പ്രതിഫലം ഇതിനേക്കാൾ ഉത്തമമാകുന്നു. യൂസുഫ് അലൈഹിസ്സലാം ഈജിപ്തിൻ്റെ ധനഭക്ഷ്യകാര്യ മന്ത്രിയായി തീർന്നു. സുഭിക്ഷമായ 7 വർഷത്തെ ഭക്ഷ്യധാന്യം അത്യാവശ്യം കഴിച്ചതിന് ശേഷമുള്ളത് പിൽക്കാലത്ത് വരാനിരിക്കുന്ന ക്ഷാമത്തിലേക്കായി സൂക്ഷിച്ചു വെച്ചു. ക്ഷാമകാലം തുടങ്ങി. ജനങ്ങൾ അയൽ നാടുകളിൽ നിന്നും ഈജിപ്തിൽ വന്ന് ധാന്യം വാങ്ങിക്കൊണ്ടുപോയി തുടങ്ങി. ക്ഷാമം ബാധിച്ച കൻആനിൽ നിന്നും ജനങ്ങൾ വന്ന് ജനങ്ങൾ ഈജിപ്തിൽ പോയി ധാന്യം ശേഖരിച്ചു. ആ കൂട്ടത്തിൽ യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ മക്കൾ 10 പേരെയും അയച്ചു. യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കൾ 10 പേരെയും അയച്ചു. ഒരാൾക്ക് ഒരൊട്ടകം വഹിക്കുന്ന ധാന്യമാണ് കൊടുക്കുക. ബിന്യാമീൻ ഒഴികെയുള്ളവർ ഈജിപ്തിലെത്തി. പേജ് 840. യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ കാലത്ത് നിർമ്മിച്ച 100 കിലോമീറ്ററോളം നീളമുള്ള പുഴയാണ് നെഹ്റു യൂസുഫിൻ്റെ പുഴ. 1000 ദിവസം കൊണ്ടാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത്. അതിനാൽ അൽഫ്യവും 1000 ദിവസം എന്ന പേരിലാണ് ഇവിടം അറിയപ്പെടുന്നത്. ആ പ്രദേശത്ത് കൂടിയാണ് ഈ പുഴ ഒഴുകുന്നത്. അൽഫയൂം എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്ന പേര്. കൈറോയിൽ നിന്ന് 1000 കിലോമീറ്റർ തെക്കുള്ള അസ്വാനിൽ യൂസുഫ് അലൈഹിസ്സലാം ധാന്യങ്ങൾ സൂക്ഷിച്ചിരുന്ന മഹാഖജനാവുകളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കാണാമെന്ന് സന്ദർശകർ പറയുന്നു. ആയത്ത് 58, പേജ് നമ്പർ 840. യൂസുഫിന്റെ സഹോദരങ്ങൾ വന്നു. അവർ അദ്ദേഹത്തിന്റെ അടുക്കൽ കടന്നു ചെന്നു. അപ്പോൾ അദ്ദേഹം അവരെ തിരിച്ചറിഞ്ഞു. അവരാകട്ടെ അദ്ദേഹത്തെ അറിയാത്തവരുമാകുന്നു. യൂസുഫ് അലൈഹിസ്സലാം അവരെ സബഹുമാനം സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്തു. വീട്ടിലെ വിവരങ്ങളെല്ലാം വിശദമായി അദ്ദേഹം ചോദിച്ചു മനസ്സിലാക്കി. അങ്ങനെ അവരെ മടക്കി അയക്കുകയാണ്. ആ കൂടിക്കാഴ്ച യൂസുഫ് നബി അലൈഹിസ്സലാമയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം വികാര നിർഭരമായിരിക്കും. തന്നെ കൊല്ലാനൊരുങ്ങി ഒടുവിൽ പൊട്ടക്കിണറ്റിലിട്ടു പൊയ്ക്കളഞ്ഞവർ ഇതാ അപേക്ഷയുമായി തൻ്റെ മുന്നിൽ. അവർക്കാണെങ്കിലോ ഒന്നും അറിഞ്ഞുകൂടാ. തങ്ങൾ പൊട്ടക്കിണറ്റിലിട്ട സഹോദരൻ ഇങ്ങനെയൊരു ഉന്നത സ്ഥാനത്തെത്തുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യവും. ആയത്ത് 59. അദ്ദേഹം അവർക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ ഒരുക്കി കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പിതാവത്തെ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. അലാ തറൗന അന്നീ ഊഫിൽ കൈല വഅന ഖൈറുൽ മുൻസിലീൻ, ഞാൻ അളവ് പൂർത്തിയാക്കി തരുന്നുവെന്നും ഞാൻ വളരെ നന്നായി സൽക്കരിക്കുന്നവനാണെന്നും നിങ്ങൾ കാണുന്നില്ലേ? ആയത്ത് 60. ഫഇല്ലം തഅതൂനി ബിഹി, അവനെ നിങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുവരാത്ത പക്ഷം ഫലാ കൈല ലക്കും ഇൻദീ, എന്നാൽ എൻ്റെ അടുക്കൽ നിങ്ങൾക്ക് യാതൊരു അളവുമില്ല. പൊതു ഭണ്ഡാരത്തിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ തന്നല്ലോ. അടുത്ത തവണ സഹോദരനെ കൊണ്ടുവന്നില്ലെങ്കിൽ മേലിൽ അത് തരികയില്ല. വലാ തഖറബൂനി, എന്നെ നിങ്ങൾ സമീപിക്കുകയും വേണ്ട. ആയത്ത് 61.
ഖാലൂ സനുറാവിദു അൻഹു അബാഹു വഇന്നാ ലഫാഇലൂൻ. അവർ പറഞ്ഞു, അവനെ സംബന്ധിച്ച് അവൻ്റെ പിതാവിനെ സമ്മതിപ്പിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാകുന്നു, നിശ്ചയമായും ഞങ്ങൾ അത് ചെയ്യും. പേജ് 841, ആയത്ത് 62. വഖാല ലിഫിത്യാനിഹി, അദ്ദേഹം തൻ്റെ പരിചാരകരോട് പറഞ്ഞു, ഇജ്അലൂ ബിദാഅതഹും ഫീ റിഹാലിഹിം, അവരുടെ ചരക്കുകൾ അവരുടെ ഭാണ്ഡങ്ങളിൽ നിങ്ങൾ വെക്കുക. ലഅല്ലഹും യഅരിഫൂനഹാ ഇദാ ഖലബൂ ഇലാ അഹ്ലിഹിം ലഅല്ലഹും യർജിഊൻ, അവരുടെ കുടുംബത്തിലേക്ക് അവർ മടങ്ങിയെത്തുമ്പോൾ അതവർ അറിയുവാനും അങ്ങനെ വീണ്ടും അവർ തിരിച്ചു വരുവാനും ഇടയായേക്കും. യൂസുഫ് അലൈഹിസ്സലാം ഇവരെ ഭംഗിയായി സൽക്കരിച്ചു. സാധനങ്ങളുടെ കൂട്ടത്തിൽ ധാന്യത്തിൻ്റെ വിലയായി അവർ കൊണ്ടുവന്ന വസ്തുക്കൾ അവരറിയാതെ മറച്ചു വെച്ച് കെട്ടുവാൻ വേലക്കാരോട് കൽപ്പിച്ചു. കുടുംബത്തിലെത്തിയാലേ കെട്ട് അഴിക്കുകയുള്ളൂ. അങ്ങനെ ഈ ചരക്കുകൾ അതിൽ കാണുമ്പോൾ അവർ വീണ്ടും ഇവിടെ വരും. ഈ കാര്യം നമ്മോട് പറയാൻ വേണ്ടിയും കൂടുതൽ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടും ഇനിയും അവർ വരും. ആയത്ത് 63. ഫലമ്മാ റജഉ ഇലാ അബിഹിം, അങ്ങനെ അവർ അവരുടെ പിതാവിന്റെ അടുക്കൽ മടങ്ങിയെത്തിയപ്പോൾ ഖാലൂ യാ ബനാ മുനിഅ മിന്നൽ കൈലു, അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ, അളവ് തരുന്നത് ഞങ്ങൾക്ക് തടയപ്പെട്ടിരിക്കുന്നു. ഫഅർസിൽ മഅനാ അഖാന, അതുകൊണ്ട് ഞങ്ങളുടെ സഹോദരനെ ഞങ്ങളോടൊപ്പം താങ്കൾ അയച്ചു തരിക. നഖ്തൽ, എന്നാൽ ഞങ്ങൾ അളന്നു വാങ്ങും. വഇന്നാ ലഹു ലഹാഫിദൂൻ, ഞങ്ങൾ അവനെ കാത്തു സൂക്ഷിക്കുന്നവരാണ് തീർച്ച. ആയത്ത് 64. ഖാല ഹൽ ആമനുകും അലൈഹി, അദ്ദേഹം പറഞ്ഞു, അവനെ സംബന്ധിച്ച് നിങ്ങളെ ഞാൻ വിശ്വസിക്കുകയോ ഇല്ല കമാ അമിൻതുകും അലാ അഖിഹി മിൻ ഖബൽ, മുമ്പ് അവൻ്റെ സഹോദരനെ പറ്റി നിങ്ങളെ ഞാൻ വിശ്വസിച്ചതുപോലെ അല്ലാതെ മുമ്പ് നിങ്ങളുടെ വാക്ക് കേട്ട് വിശ്വസിച്ച് യൂസുഫിനെ നിങ്ങളോടൊപ്പം ഞാൻ അയച്ചു തന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അപ്പോൾ അവൻ്റെ സഹോദരൻ ബിന്യാമീൻ്റെ കാര്യത്തിൽ നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട മകൻ്റെ വേർപാടിൻ്റെ വേദന അദ്ദേഹത്തിന് ഇപ്പോഴുമുണ്ട്. താനത് മറന്നിട്ടില്ലെന്ന് മക്കളെ ഓർമ്മപ്പെടുത്തുക കൂടിയാണിത്. ആ വേദനയ്ക്ക് കാരണക്കാർ നിങ്ങളാണ് എന്ന് സൂചിപ്പിക്കുകയാണ് അദ്ദേഹം. ഫല്ലാഹു ഖൈറുൻ ഹാഫിളാ, എന്നാൽ അല്ലാഹു വളരെ ഉത്തമനായ കാത്തു സൂക്ഷിക്കുന്നവനുമാകുന്നു. വഹു അർഹമുർ റഹീമീൻ, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും അധികം കരുണ ചെയ്യുന്നവനും അവൻ തന്നെ. ആയത്ത് 65. വലമ്മാ ഫതഹു മതഅഹും, അവരുടെ ചരക്കുകൾ അവർ തുറന്നു നോക്കിയപ്പോൾ. പേജ് 842. വജദു ബിദാഅതഹും റുദ്ദത് ഇലൈഹിം, അവരുടെ ചരക്കുകൾ അവരിലേക്ക് മടക്കപ്പെട്ടതായി അവർ കണ്ടു. ഖാലു യാ അബാനാ മാ നബഗി, അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ, നാം ഇനി എന്താവശ്യപ്പെടാനാണ്? ഹാദിഹി ബിദ്ദാഅതുനാ റുദ്ദത് ഇലൈനാ, നമ്മുടെ ചരക്കുകൾ ഇതാ നമ്മളിലേക്ക് മടക്കപ്പെട്ടിരിക്കുന്നു. വനമീറു അഹ്ലന, നമ്മുടെ കുടുംബത്തിന് ഞങ്ങൾ ഭക്ഷണം കൊണ്ടുവരാം. വനഹ്ഫളു അഖാന, ഞങ്ങളുടെ സഹോദരനെ ഞങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യാം. വനസ്ദാദു കൈല ബഈർ, ഒരട്ടകം ചുമക്കുന്നത് ഞങ്ങൾക്ക് അധികമായി അളന്നു കിട്ടുകയും ചെയ്യും. ദാലിക കൈലു യസീർ, അത് ലഘുവായ അളവാകുന്നു. അങ്ങനെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായ അദ്ദേഹത്തിന് ഔദാര്യം എളുപ്പമാകുന്നു. ഒരാൾക്ക് ഒരട്ടകം ചുമക്കുന്ന ധാന്യമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ അനുജൻ കൂടെ ഉണ്ടായാൽ ഒരൊട്ടകത്തിൻ്റെത് അധികം കിട്ടുമല്ലോ. ഈജിപ്തിലെ ഭരണാധികാരിക്ക് അത് ലഘുവായ അളവ് മാത്രമാണ്. ആയത്ത് 66. അദ്ദേഹം പറഞ്ഞു, നിങ്ങളോടൊപ്പം അവനെ ഞാൻ അയക്കുകയില്ല തന്നെ. നിങ്ങൾ അവനെ എൻ്റെ അടുക്കൽ മടക്കിക്കൊണ്ടുവരുമെന്ന് അള്ളാഹുവിനെ മുൻനിർത്തി നിങ്ങൾ ഉറപ്പു തന്നെങ്കിലല്ലാതെ. ഇല്ല അയ്യുഹാത്വബിക്കും, വല്ല അപകടവും നിങ്ങളെ വലയം ചെയ്യുകയാണെങ്കിൽ ഒഴികെ. ആർക്കും തടുക്കാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങൾക്ക് വല്ല അപകടവും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉത്തരവാദികളല്ല. മനഃപൂർവ്വം വീഴ്ച വരുത്തുന്നതാണ് കുറ്റം. ഫലമ്മാ ആതൗഹു മൗസിഖഹും, അങ്ങനെ അവർ അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തപ്പോൾ ഖാലല്ലാഹു അലാ മാ നഖൂലു വകീൽ, അദ്ദേഹം പറഞ്ഞു, നാം പറയുന്നതിനെ സംബന്ധിച്ച് ഭരമേൽപ്പിക്കപ്പെട്ടവൻ അല്ലാഹു ആകുന്നു. നമ്മൾ പറഞ്ഞതുപോലെ ചെയ്യുവാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.